മാത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിലെ പ്രോബ്ലംസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആ ട്രെയിനിലെ പ്രോബ്ലം ചെയ്യുന്നതിന് ട്രെയിനിലെ പ്രോബ്ലം പരമാവധി വരുന്നത് 4 ടൈപ്പ് ചോദ്യങ്ങളാണ് വരുന്നത്. ഈ ഓരോ ടൈപ്പും എന്തൊക്കെയാണ് എന്ന് പരിചയപ്പെടുത്തിയതിനു ശേഷം നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യം പറയുന്നത്, ഒരു ട്രെയിൻ ഒരു നിൽക്കുന്ന ഒരാളെ കടന്നു പോകാൻ എടുക്കുന്ന സമയം, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടന്ന് പാസ് ചെയ്യാൻ വേണ്ടി കടന്നു പോകാൻ എടുക്കുന്ന സമയം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഫോർമുലയാണ് ഇത്. ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ. ട്രെയിനിന്റെ നീളത്തിനെ ട്രെയിനിന്റെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരാളെ കടന്നു പോകുന്ന സമയം അല്ലെങ്കിൽ ഒരു പോസ്റ്റിനെ പാസ് ചെയ്യുന്ന സമയം നമുക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ കേസ്, ഈ ട്രെയിൻ കടന്നു പോകുന്നതിന് ഒരു നിശ്ചിത നീളം, ഒരു ഫിക്സഡ് ലെങ്ത് ഉണ്ട് എങ്കിൽ അതിന്റെ ഫോർമുലയിൽ ചെറിയൊരു മാറ്റം വരികയാണ്. ലെങ്ത് ഓഫ് ട്രെയിൻ മാത്രമല്ല മുകളിൽ വരിക, ലെങ്ത് ഓഫ് എന്താണോ ഒബ്ജക്റ്റ് വിചാരിക്കുന്നത് അതടക്കം മേലെ വരും. അപ്പൊ ട്രെയിനും ഒരു പാലം, ഒരു 200 മീറ്റർ നീളമുള്ള പാലാണ് കടന്നു പോകുന്നതെങ്കിൽ അതിന്റെ ടോപ്പിൽ ന്യൂമറേറ്ററിൽ ട്രെയിനിന്റെ നീളവും വരും, ആ പാലത്തിന്റെ ബ്രിഡ്ജിന്റെ ലെങ്ത്തും കൂടെ വരും. താഴെ വരുന്നത് സ്പീഡ് ഓഫ് ട്രെയിൻ തന്നെ. അപ്പൊ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇത് രണ്ടും സ്കൂൾ തലത്തില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിചാരിച്ചോ, അതായത് നേരത്തെ പറഞ്ഞത് ഒരു നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് ട്രെയിൻ പാസ് ചെയ്യുന്ന സമയം കണ്ടുപിടിച്ചത് ആദ്യം. ഈ നിൽക്കുന്ന മനുഷ്യന് പകരം ആ മനുഷ്യന് മൂവ് ചെയ്യാന്ന് വിചാരിച്ചോ, അയാളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അങ്ങനെയുള്ള ടൈം കണ്ടുപിടിക്കുമ്പോൾ ലെങ്ത് ഓഫ് ട്രെയിൻ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ മൈനസ് ഒബ്ജക്റ്റ്. അതായത് ട്രെയിൻ അയാൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് എങ്കിൽ, അതായത് അയാൾ നീങ്ങുന്ന ഭാഗത്തേക്ക് തന്നെയാണ് ട്രെയിനും നീങ്ങിയിട്ട് അയാൾ പാസ് ചെയ്യുന്നതെങ്കിൽ സ്പീഡ് ഓഫ് ട്രെയിൻ മൈനസ് അയാളുടെ സ്പീഡും കൂടെ കണ്ടുപിടിക്കേണ്ടി വരും. അതേ സമയത്ത് ആ ഒബ്ജക്റ്റിന്, ആ നീങ്ങുന്ന ഒബ്ജക്റ്റിന് ഒരു നിശ്ചിത നീളമുണ്ട് വിചാരിച്ചോ. ഉദാഹരണത്തിന് ഒരു ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിന് വേറൊരു ട്രെയിൻ കടന്നു പോകുന്നു വിചാരിക്കുക. അപ്പൊ 2 ട്രെയിനിന് നീളമുണ്ടല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് മുകളില് 2 ട്രെയിനിന്റെ നീളവും കൂടെ ആഡ് ചെയ്യണം. താഴെ സ്പീഡ് ഓഫ് ട്രെയിൻ മൈനസ് രണ്ടാമത്തെ ട്രെയിനിന്റെ സ്പീഡ്, 2 തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവിടെ താഴെ വരിക. ഇത്രയും 4 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത്. നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. A 200 meter long train passes a telephone post in 10 seconds. Find the speed of the train in km/h. Yes, ഇവിടെ given data നോക്കുക. ട്രെയിനിന്റെ ലെങ്ത് 200 മീറ്റർ തന്നിട്ടുണ്ട്, ടൈം 10 സെക്കൻഡ് തന്നിട്ടുണ്ട്. സ്പീഡ് കണ്ടുപിടിക്കണം, അത് km/h അത് പറയേണ്ട കാരണം എന്താ, ഇവിടെ മീറ്ററിന് സെക്കൻഡിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സ്പീഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്പീഡ് നമുക്ക് അറിയാം. എത്ര സ്പീഡ് കണ്ടുപിടിക്കുമ്പോൾ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. മലയാളത്തിൽ പറഞ്ഞാല് ദൂരം ബൈ വേഗത, ദൂരം ബൈ സമയമാണ് എന്ത് വരിക? സ്പീഡ് വരിക. അപ്പോ ദൂരം ബൈ സമയം എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര നമുക്ക് തന്നിട്ടുണ്ട്? ദൂരം എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ നീളത്തിനെയാണ് ദൂരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്, എത്ര തന്നിട്ടുണ്ട്? 200 മീറ്റർ ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര കിട്ടും? ടൈം എത്ര കിട്ടിയിട്ടുണ്ട്? 10 സെക്കൻഡ്. 10 സെക്കൻഡ്, സെക്കൻഡിന് എസ് എഴുതാം, മീറ്ററിന് എഴുതാം. അപ്പൊ ഇത് രണ്ടും കൂടെ 0 കട്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 20 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കുക, സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? കിലോമീറ്റർ പെർ അവറിലാണ് നമുക്ക് വേണ്ടത്. അപ്പൊ കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 മീറ്റർ പെർ സെക്കൻഡ് ഈക്വൽ ടു 1855 കിലോമീറ്റർ പെർ അവർ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഇവിടെ എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആവശ്യം. 20 മീറ്റർ പെർ സെക്കൻഡ് ഈക്വൽ ടു 18/5 into 20 എന്ന് വരും. അപ്പൊ നമുക്ക് നോക്കി ആൻസർ 20 കട്ട് ചെയ്യാം. 4 5 20 ആണ്. 18 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 18 into 4 equal to 72. അപ്പൊ ആൻസർ വരിക 72 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, സ്പീഡ് ഓഫ് എ
120-meter long train is 72 kilometers per hour. Find the time taken by it to cross a bridge of the length 600 meters. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ട്രെയിനിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട് 120 മീറ്റർ. ട്രെയിനിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. സ്പീഡ് ഓഫ് ദ ട്രെയിൻ തന്നിട്ടുണ്ട് 72 കിലോമീറ്റർ per hour. We have to find out the time taken to cover a bridge of length 600 meter. അപ്പോൾ ബ്രിഡ്ജിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 600 മീറ്റർ. ഇത് കടക്കണം. അപ്പോ ഇവിടെ നമുക്ക് എന്താ പറയുക, ടൈമാണ് കണ്ടുപിടിക്കുന്നത്. ടൈമിന്റെ ഫോർമുല നമുക്കറിയാം. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം. ഇങ്ങനെ വന്ന സമയത്ത് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പൊ ടൈം ഈക്വൽ ടു, അതായത് സമയം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്, അതായത് ദൂരം ബൈ വേഗതയാണ്. ദൂരം ബൈ വേഗത. അപ്പൊ ദൂരം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ബ്രിഡ്ജ് ഉണ്ട്, ഇവിടെ ട്രെയിനും ഉണ്ട്, ബ്രിഡ്ജും ഉണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് വരും? ട്രെയിൻ പ്ലസ്, നമ്മൾ ആ എക്സാമ്പിൾ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട്, ട്രെയിൻ പ്ലസ് ബ്രിഡ്ജ്, ട്രെയിൻ പ്ലസ് ബ്രിഡ്ജ് ബൈ എന്താ വരിക? സ്പീഡ് ഓഫ് ട്രെയിൻ ആണ് വരിക. ശ്രദ്ധിക്കണം, ഇതാണ് ഇതിന്റെ പോയിന്റ്. ട്രെയിൻ പ്ലസ് ബ്രിഡ്ജ് പറയുമ്പോൾ എത്ര കിട്ടും? ട്രെയിൻ എത്ര? 120 മീറ്റർ പ്ലസ് എത്ര വരും? 600 മീറ്റർ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഡിവൈഡഡ് ബൈ എത്ര കിട്ടും? സ്പീഡ് എത്രയാണ്? 72. ശ്രദ്ധിക്കണം, 72 കിലോമീറ്റർ പെർ അവർ. ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും പറയുന്നത് മീറ്ററിലാണ്. അപ്പൊ നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന കാര്യം നിങ്ങൾ കണ്ടോളൂ. ശ്രദ്ധിക്ക, ഇവിടെ കിട്ടുന്ന കാര്യം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് 120ഉം 600ഉം എത്ര? 720 മീറ്റർ ഡിവൈഡഡ് ബൈ 72 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ 72 കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ ഏതിലേക്ക് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. കാരണം ഇത് മീറ്റർ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ 72. അപ്പൊ നമുക്കറിയാം 1 കിലോമീറ്റർ പെർ അവർ ഈക്വൽ ടു നമുക്കറിയാം 5/18 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോ ഇവിടെ എത്രയാ പറഞ്ഞത്? 72 കിലോമീറ്റർ പെർ അവർ ആണ്. 72 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും 72 into 5/18 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നിങ്ങൾ കറക്റ്റ് നോക്കാം. 18ന്റെ മൾട്ടിപ്പിൾ ഒന്ന് പഠിച്ചു വെക്കുക. 18ന്റെ ഗുണിതങ്ങൾ പഠിച്ചു വെക്കാൻ 18, 36, 54, 72, 90 വരെയെങ്കിലും പഠിച്ചു വെച്ചാല് എളുപ്പത്തിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 72ന് നമുക്ക് 18ല് 4 തവണ പോകും. 4, 18, 72. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 4 into 5 ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ആര്? സ്പീഡ്. അപ്പൊ നമുക്ക് സ്പീഡ് കിട്ടിയത് എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ്. ഇതൊന്ന് വേറെ തന്നെ മാറ്റി വെക്കുക. അപ്പൊ 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇവിടെ എത്ര വരുന്ന? 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടോ, 0 പോയി. ഈ 72 എത്ര പോയി? 36. ഓക്കെ, അപ്പൊ 36 പോയാൽ നമുക്ക് ആൻസർ കിട്ടും. ഈ മീറ്ററും പോയി ബൈ സെക്കൻഡ് മേലോട്ട് വരുമ്പോ സെക്കൻഡ് ആവും. ഇതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വാല്യൂ മാത്രം കറക്റ്റ് ആയി ചെയ്താൽ മതി. ആൻസർ നമുക്ക് കിട്ടും 36. ടൈം അല്ലേ? 36 ഏതിലാണ് കിട്ടുക? സെക്കൻഡിൽ. അപ്പൊ ആൻസർ 36 സെക്കൻഡ് എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇത് ഇമ്പോർട്ടന്റ് ഓർമ്മിക്കാം. നീളം എന്ന് പറയുന്നത് ബ്രിഡ്ജ് ഉണ്ടായതുകൊണ്ട് ട്രെയിനും ബ്രിഡ്ജും കൂട്ടിയായിരിക്കും ടോട്ടൽ ലെങ്ത് മേലെ വരിക. ഓക്കെ, ഐഡിയ മനസ്സിലായോ? പിന്നെ കിലോമീറ്റർ പെർ അവർ മാറ്റേണ്ട കാരണം. ഓക്കെ, ട്രെയിൻ മൂവിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 90 കിലോമീറ്റർ പെർ അവർ delayed to apply the brake by 1 second. How long would have it moved? ഈ ക്വസ്റ്റ്യൻ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. അതായത് 90 കിലോമീറ്റർ പെർ അവർ മണിക്കൂർ വേഗതയിൽ പോകുന്ന ഒരു ട്രെയിൻ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ 1 സെക്കൻഡ് ഡിലേ ആയാൽ എത്ര ഡിസ്റ്റൻസ് ട്രെയിൻ മൂവ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യം ആലോചിക്കുക. സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. എന്താണ് ചിത്രം? ഡിസ്റ്റൻസ്,
സ്പീഡ് ടൈം. അപ്പൊ നോക്കുക, സ്പീഡ് തന്നിട്ടുണ്ട് 90 km/h, ടൈം ഉണ്ട്, ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുക. എത്ര ഡിസ്റ്റൻസ് പോകുന്നാണ് ചോദിച്ചത്. അപ്പൊ ഡിസ്റ്റൻസിന്റെ ഫോർമുല എന്താ? ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. മലയാളത്തിൽ പറഞ്ഞാല് ദൂരം സമം വേഗത ഇൻറ്റു സമയം. ഇവിടെ ശ്രദ്ധിക്കുക, ടൈം തന്നത് സെക്കൻഡിലാണ്, സ്പീഡ് ഉള്ളത് km/h ഉള്ളത്. അപ്പൊ എന്താണ് വഴി? ഈ km/h നമ്മൾ m/s മാറ്റുക. എന്തുകൊണ്ട്? ഇതിവിടെ സെക്കൻഡ് പറഞ്ഞതുകൊണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരളവ് സെക്കൻഡിലോ മീറ്ററിലോ തന്നിട്ടുണ്ടെങ്കിൽ സ്പീഡിനെ, വേഗതയെ മറ്റേ m/s മാറ്റണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1 km/h എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5/18 m/s. അപ്പൊ ഇവിടെ നമുക്ക് എത്ര ഉള്ളത്? 90 km ആണ് നമുക്കുള്ളത്. 90 km/h നമുക്ക് എത്രയാവും? 90 × 5/18 m/s. അപ്പൊ നോക്കിയേ, 90 18 5. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 18ന്റെ മൾട്ടിപ്പിൾ, 18ന്റെ മൾട്ടിപ്പിൾ അറിഞ്ഞാൽ വേഗം ചെയ്യാൻ പറ്റും. 5 × 5 നമുക്ക് എത്ര കിട്ടും? ഈക്വൽ ടു 25 m/s. ഇതാ നോക്കിയ ആൻസർ നോക്കിയാൽ ഇതെന്താ അർത്ഥം? 25 m/s എന്താ അർത്ഥം? 1 സെക്കൻഡില് 25 മീറ്റർ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? താഴെ എഴുതുക. നമുക്ക് എന്ത് എഴുതാം? ഡിസ്റ്റൻസ് കവേർഡ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ് ഈക്വൽ ടു എത്ര കിട്ടി? ഇൻ 1 സെക്കൻഡ് ഈക്വൽ ടു 25 മീറ്റർ. 25 മീറ്റർ. ഇനി 2 സെക്കൻഡ് ആണ് ഡിലേഡ് ആയി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, 2 സെക്കൻഡ് ഡിലേ വൈകി പോയി എന്നുണ്ടെങ്കിൽ 1 സെക്കൻഡ് നമുക്ക് ഇവിടുന്ന് കിട്ടും. അതിന് 2 സെക്കൻഡ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. 2 സെക്കൻഡ് ഡിലേ ആണെങ്കിൽ 2 × 25, 2 × 25 നമുക്ക് 50 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, a train traveling at a speed of 54 km/h crosses a man in 6 seconds. Find the length of train. ക്വസ്റ്റ്യനിലത്തെ കാര്യങ്ങൾ നോക്കുക. സ്പീഡ് ഓഫ് ദ ട്രെയിൻ നമുക്ക് തന്നിട്ടുണ്ട് 54 km/h ആണ്. എന്നിട്ട് ടൈം തന്നിട്ടുണ്ട് 6 സെക്കൻഡ്. ഒരാളെ പാസ് ചെയ്യുന്ന സമയം, ട്രെയിൻ ഒരാളെ പാസ് ചെയ്യാൻ 6 സെക്കൻഡ് സമയം എടുക്കും. എങ്കിൽ ലെങ്ത് ഓഫ് ട്രെയിൻ ആണ് ചോദിച്ചത്. ലെങ്ത് ഓഫ് ട്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ പ്രോബ്ലത്തിൽ വരുന്ന ഡാറ്റയെ മുഴുവൻ, വിവരങ്ങളെ മുഴുവൻ നമ്മൾ DST എന്ന രീതിയിലേക്കാണ് മാറ്റുന്നത്. ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്. ട്രെയിനിന്റെ കണക്കിന് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളമാണ്, ലെങ്ത് ഓഫ് ട്രെയിൻ ആണ്. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ട്രെയിനിന്റെ നീളം. അപ്പൊ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്താണ് വഴി? ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടും സ്പീഡ് എത്ര കിട്ടിയത്? 54 km/h. ഇമ്പോർട്ടൻറ്റ്. ടൈം എത്ര കിട്ടിയത്? 6 സെക്കൻഡ്. അപ്പൊ ഇവിടെ അവറിലാണ് ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനെ m/s അപ്പൊ നമുക്കറിയാം 1 km/h. ഇത് പഠിച്ചു നോക്കണേ. 5/18 m/s ആണ്. അപ്പൊ നമ്മൾക്ക് ഇവിടെ ഉള്ളത് എത്രയാണ്? ഇവിടെ ഉള്ളത് എത്രയാണ്? 54 ആണ്. അപ്പൊ 54 എന്ന് പറയുമ്പോ എത്ര km/s ആവും? ഇൻറ്റു 5/18 ആവും. അപ്പൊ ഇത് രണ്ട് കട്ട് ചെയ്യുക. എത്ര കിട്ടും നമുക്ക്? 3 കിട്ടും. 318 ആണ് 54. 3 × 5 നമുക്ക് എത്ര കിട്ടും? 3 × 5 15. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. 15 കിട്ടും. അപ്പൊ ഇതിന്റെ സ്പീഡ് നമുക്ക് കിട്ടി 15 m/s എന്ന് കിട്ടും. അപ്പൊ സ്പീഡിന് പകരം എത്ര എഴുതാം? 54 പകരം 15 m/s. അപ്പൊ 15 എഴുതാം. ടൈം എത്ര എഴുതാം? 6 എന്ന് എഴുതാം. ടൈം 6 സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 15 × 6 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര കിട്ടും? നമുക്ക് 90 എന്ന് പറയുന്ന ആൻസർ കിട്ടും. 90. അത് ഏതിലായിരിക്കും വരിക? മീറ്ററിലായിരിക്കും വരിക. ഡൗട്ട് ഉണ്ടോ? ദാ നോക്കിക്കോ. 15 m/s ഇൻറ്റു 6 സെക്കൻഡ് എന്നാണ്. അപ്പൊ എന്താ ചെയ്യാ? ഈ പെർ സെക്കൻഡ് കട്ടാവും. 15 6 നമുക്ക് 90 മീറ്റർ കിട്ടും. അത് അറിയേണ്ട ആവശ്യമില്ല, മീറ്ററിലാണ് ആൻസർ ഉണ്ടാവും. അപ്പൊ 90 മീറ്റർ കിട്ടും. ഓക്കെ, 2 trains having a length of 140 meter and 160 meter long run at the speed of 60 km/h
and 40 kilometer per hour respectively in opposite directions. The time which they take to cross each other is. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മറ്റ് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ കുറച്ച് വ്യത്യാസമുണ്ട്. എന്താണ് കാരണം? ഇവിടെ രണ്ട് ട്രെയിനുകളുണ്ട്. നേരത്തെ നമ്മൾ ചെയ്ത ട്രെയിനിൽ ഒരു ട്രെയിനേ ഉണ്ടായിട്ടില്ല, ഇവിടെ രണ്ട് ട്രെയിനുകളുണ്ട്. ആ രണ്ട് ട്രെയിനുകൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഒന്നിന്റെ ലെങ്ത് ഇവിടെയുണ്ട്, ഇവിടെ വേറൊരു ലെങ്ത് ഉണ്ട്, ഇതിന്റെ സ്പീഡ് ഇവിടെയുണ്ട്, ഇതിന്റെ സ്പീഡ് ഇവിടെ തന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഈ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾക്ക് ഇവിടെ വരുന്നത് ടോട്ടല് രണ്ട് സ്പീഡുകളുടെയും സമ്മാണ് ഇവിടെ സ്പീഡായിട്ട് വരുന്നത്. അതായത് നമ്മൾ പഠിച്ചു, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്, ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം. അത് തന്നെ നമ്മൾക്ക് ഇവിടെ എഴുതുമ്പോൾ ഇവിടെ നമുക്ക് വേണ്ട ടൈമാണ് വേണ്ടത്. അപ്പൊ ഞാൻ എഴുതുകയാണ്, ഒന്നും മാറ്റം വരുന്നില്ല. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സമയം സമം ദൂരം ബൈ വേഗത. ഇത് തന്നെയാണ് നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും ചെയ്തത്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു ട്രെയിൻ ആണെങ്കിൽ ട്രെയിനിന്റെ ലെങ്ത് ആകരുത്. ഇവിടെ രണ്ട് ട്രെയിൻ ഉണ്ടായതുകൊണ്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ രണ്ട് ട്രെയിനിന്റെയും നീളമാണ്. ഡിസ്റ്റൻസ് രണ്ട് ട്രെയിനിന്റെ നീളമാണ്. ഓക്കെ, അപ്പം ഡിവൈഡഡ് ബൈ സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ രണ്ട് സ്പീഡ് ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം, ഈ രണ്ട് സ്പീഡ് വരുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. എന്താ ഓപ്പോസിറ്റ് ഡയറക്ഷൻ? ഒരു ട്രെയിൻ ഇങ്ങനെ പോകുന്നു, മറ്റേ ട്രെയിൻ ഇങ്ങനെ വരുന്നു. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഇത് 60 ആണ്, ഇത് 40 ആണ് എങ്കിൽ ഇവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, റിലേറ്റീവ് സ്പീഡിന് ആപേക്ഷികമായിട്ടുള്ള വേഗത എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതാണ്. 60 പ്ലസ് 40 ആണ്. ആദ്യമായി കേൾക്കുന്നവരാണെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കുക, 100 സ്പീഡ് ഉണ്ടാവും. ഇതിന്റെ റിലേറ്റീവ് സ്പീഡ് ഈ ട്രെയിൻ 60ഉം ഈ ട്രെയിൻ 40 ആണെങ്കിൽ അതിന്റെ റിലേറ്റീവ് സ്പീഡിലേക്ക് ആപേക്ഷിക വേഗത എന്ന് പറയുന്നത് രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും. ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു, ബസ്സിന്റെ സ്പീഡ് 40 കിലോമീറ്റർ പെർ അവർ ആണെന്ന് വിചാരിച്ചോ. അങ്ങ് ഇങ്ങോട്ട് 50 കിലോമീറ്റർ പെർ അവറിൽ ഒരു ബസ് വരുന്നു. അപ്പൊ ഈ ബസ്സിന് മറ്റേ ബസ് ഇങ്ങനെ പാസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് എന്താണ്? മറ്റേ ബസ് 50 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നതായിട്ടല്ല നിങ്ങൾക്ക് തോന്നല്, അതിന്റെ എത്രയോ വലുതായിട്ടാണ്. അപ്പൊ അതെന്താ അർത്ഥം? റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാല് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ രണ്ടും കൂടെ കൂട്ടി വരുന്നതായിരിക്കും, ആഡ് ചെയ്ത് വരുന്നതായിരിക്കും. അതേ സമയത്ത് ലിസൺ, ഒരു നിങ്ങളുടെ ബസ് നോക്കൂ, 40 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങോട്ട് പോകുന്നു. മറ്റൊരു ബസ് പിറകിൽ നിങ്ങളുടെ ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നു. ആ ഓവർടേക്ക് ചെയ്യുമ്പോൾ 50 കിലോമീറ്റർ വന്നിട്ടാണ് നിങ്ങളുടെ ബസ്സിനെ ഓവർടേക്ക് എന്ന് വിചാരിച്ചോ. അപ്പോ ഈ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഈ രണ്ട് ബസ്സുകൾ തമ്മിൽ രണ്ട് സ്പീഡിലാണ് പോകുന്നത്, നമുക്ക് സ്പീഡ് ഫീൽ ചെയ്യില്ല, വളരെ കുറവായിട്ട് സ്പീഡ് ഫീൽ ചെയ്യുക. കാരണം എന്താ? അപ്പോ റിലേറ്റീവ് സ്പീഡ് വലിയ സ്പീഡിൽ നിന്ന് ചെറിയ സ്പീഡ് കുറയ്ക്കുന്നതാണ്. അപ്പൊ ഒരേ ഡിറക്ഷനിലാണെങ്കിൽ, ഒരേ ദിശയിലാണ് പോകുന്നതെങ്കിൽ റിലേറ്റീവ് സ്പീഡ് കണ്ടുപിടിക്കാൻ സബ്ട്രാക്ട് ചെയ്യണം. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഇത് ഓർമ്മിക്കണം പ്രോബ്ലത്തിൽ. ഓക്കെ, അപ്പൊ 60 പ്ലസ് 40 എത്ര കിട്ടി? നമുക്ക് 100. ഈ 100 എന്താണ്? കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ അതിനാ ട്രെയിനിന്റെ നീളം ഏതിനാണ് തന്നത്? മീറ്ററിലാണ് തന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ കിലോമീറ്റർ പെർ അവറിനെ ഏതിലേക്ക് മാറ്റണം? 5/18 മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോ നമുക്ക് എത്ര കിട്ടും നോക്കിയാൽ, ഇവിടെ ക്യാൻസൽ ചെയ്യാൻ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 100 × 5/18 എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പൊ 500/18 വരും അല്ലെ. നമുക്ക് വരുന്നത് 500 ഡിവൈഡഡ് ബൈ 18 ആയിട്ട് വരും. മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. അപ്പൊ ഈ സ്പീഡിനെ എവിടെ കൊടുക്കുക? ഇതിന്റെ അടിയിൽ കൊടുക്കുക. എത്ര കിട്ടും? 500 ഡിവൈഡഡ് ബൈ 18. ഓക്കെ, തെറ്റിക്കല്ലേ? 140ഉം 100ഉം കൂട്ടുക, നമുക്ക് എത്ര കിട്ടും? 300 300
ബൈ 500/18 ആണ്. അതെന്തായിട്ട് മാറും? 18/500 ആയിട്ട് വരും. റെസിപ്രോക്കൽ ഭിന്നസംഖ്യയായിട്ട് എന്ത് വേണം? അതിന്റെ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കണം. അപ്പൊ 2 0 2 0 കട്ടായി. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 54 ഡിവൈഡഡ് ബൈ 5 കിട്ടും. 54 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാല് 54നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 155 ബാക്കി 4 ഇത് കറക്റ്റ് പോകില്ല. അപ്പൊ 0 കിട്ടും. 10.40 നമുക്ക് എത്ര കിട്ടി? 8. അപ്പൊ ആൻസർ 10.8 കിട്ടും. 54/5 എന്ന് പറഞ്ഞ ആൻസർ 10.8 സെക്കൻഡ് കിട്ടും. ആൻസർ 10.8 സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ 500/18 വന്നതുകൊണ്ടാണ് ഫ്രാക്ഷന്റെ ഒരു പ്രശ്നം വന്നത്. ഓക്കെ, അപ്പൊ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഓർമ്മിക്കുക. 2 ട്രെയിനിന്റെ കാര്യം വരുമ്പോൾ മുകളിൽ വരുന്ന ഡിസ്റ്റൻസ് 2 ട്രെയിനും കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ഫോർമുലയിൽ ഇങ്ങനെ പറയാം: T1 + T2 ഡിവൈഡഡ് ബൈ S1 - S2 എന്ന് വേണമെങ്കിൽ പറയാം. T1 ഇത് ടൈം, T1 + T2 ഡിവൈഡഡ് ബൈ S1 - S2. അതായത് S1 - S2 അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ. അപ്പൊ S1 + S2, S1 + S2, സ്പീഡ് പ്ലസ് സ്പീഡ്, താഴെ മേലെ ട്രെയിൻ പ്ലസ് ട്രെയിൻ. ഇനി ഒരേ ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിലും മുകളിൽ ട്രെയിൻ പ്ലസ് ട്രെയിൻ ആയിരിക്കും. പക്ഷെ ഒരേ ഡയറക്ഷനിൽ സെയിം ഡയറക്ഷനിലാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ സ്പീഡ് മൈനസ് സ്പീഡ് വരും. ഓക്കെ, S1 - S2 വരും. ഓക്കെ, എഴുതി കിട്ടുമല്ലോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടിട്ട് നിങ്ങൾ ട്രെയിനിന്റെ സമയം, അതേപോലെ തന്നെ വേഗത, ട്രെയിനിന്റെ നീളം ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. കൃത്യമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, ബൈ.